ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടെ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ പിന്നെയും ഇന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മളിനി അതായത് നമ്മൾ കുറേ ഓർഗൻസിനെ കുറിച്ച് പഠിച്ചു. ഓർഗൻസ് ഉണ്ട്, അതാണ് നമ്മുടെ പല കാര്യങ്ങളും ചെയ്യുന്നതെന്നും നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഓർഗൻസിൻ്റെ ഫങ്ഷൻസ് ആണ് ഹെൽപ്പ് ചെയ്യണതും. ഇതെല്ലാം മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഈ ഓർഗൻസ് വേണം എന്നൊക്കെ പഠിച്ചു. അങ്ങനെ ഈ ഓർഗൻസ് എങ്ങനെയാണ് ഈ ഫങ്ഷൻസ് ഒക്കെ നടത്തുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് ഈ മെറീഡിയൻ എന്ന് പറയുക. നമ്മളിവിടെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകുന്നത് കൊണ്ട് മെറീഡിയൻസ് ആൻഡ് കൊളാട്രാൽസ് എന്ന് പറയും. ഓക്കെ, ഈ നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ എന്താ പറയുക നെറ്റ്വർക്ക്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് റെയിൽവേ ട്രാക്ക് തന്നെ എടുത്തിരിക്കുകയാണെങ്കിൽ ഈ റെയിൽവേ ട്രാക്കുകൾ കുറേ മറ്റെന്താ പറയുക നമ്മളുടെ ഇന്ത്യനെ മുഴുവനും കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. പല ഭാഗത്തു കൂടെ പോയിട്ട് നമുക്ക് എവിടെ പോവുകയാണെങ്കിലും ട്രെയിനിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം പോയാൽ മതി. അതും അല്ലെങ്കിൽ നമ്മളൊരു റോഡ് തന്നെ എടുക്കാം. റോഡുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോകത്ത് ഇപ്പം ഇന്ത്യനെ ബേസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ എവിടുന്ന് ഒരു വോയിസ് എക്സസ് വരുന്നുണ്ട്. ഒന്ന് എല്ലാവരും മ്യൂട്ട് ചെയ്താൽ നന്നായിരുന്നു. ഒന്ന് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരുന്നു. എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു പുഴ ഒഴുകണം എന്നുണ്ടെങ്കിൽ, പുഴയിൽ കൂടി വെള്ളം ഒഴുകണം എന്നുണ്ടെങ്കിൽ അതിനൊരു പാത്തുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു സ്ഥലത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് വഴി വേണം. അത് വഴി എന്ന് പറയുന്ന സമയത്ത് ആ പോകുന്നത് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു വഴി വേണം അല്ലേ. നമുക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു മറ്റേ വലിയൊരു ലോറി പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 18-20 ചക്രമുള്ള ലോറികളൊക്കെ പോവുകയാണെങ്കിൽ NH പോലെയുള്ള റോഡ് വേണം. അത് കഴിഞ്ഞിട്ട് ചെറിയ ബസ്സുകളും മറ്റുമൊക്കെ പോകാനാണെങ്കിൽ അത്ര തന്നെ റോഡ് ആവശ്യമില്ല, കുറച്ച് ചെറിയ റോഡുകൾ മതി. കാറുകൾ മാത്രം സഞ്ചരിക്കുന്നതാണെങ്കിൽ അതിനേക്കാളും ചെറിയ റോഡുകൾ മതിയാവും. അതേപോലെ തന്നെ 2 വീലറിൽ പോവുകയാണെങ്കിലോ നടന്നു പോവുകയാണെങ്കിലോ വളരെ കുഞ്ഞു വഴികളായാലും മതി. അങ്ങനെ ഇതെല്ലാം തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ് അല്ലേ. ഒരു കുഞ്ഞു വഴി, നടന്നു പോകുന്ന വഴിയും ആ വഴി വന്നിട്ട് 2 വീലേഴ്സൊക്കെ പോകുന്ന വഴിയാകുകയും ആ വഴികൾ വന്നിട്ട് കുറച്ചുകൂടെ മറ്റെന്താ പറയുക കാറുകളൊക്കെ പോകുന്ന വഴി ആയിട്ട് ലിങ്ക് ചെയ്യും. ഈ കാറുകൾ പോകുന്ന വഴികൾ ബസ്സുകളൊക്കെ പോകുന്ന റോഡുകളായിട്ട് ലിങ്ക് ചെയ്യും. ഈ ബസ്സുകൾ പോകുന്ന റോഡുകൾ അതിലും വലിയ വണ്ടികൾ പോകുന്നത് പോലെ ഇന്റർനാഷണൽ ഹൈവേ ആയിട്ടൊക്കെ ലിങ്ക് ചെയ്ത് നമ്മളുടെ എങ്ങനെയാണോ ഈ WWW എന്ന് പറയുന്നത് പോലെ നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിലാൽ നമ്മൾ കവേർഡഡ് ആണ്. അതേമാതിരി നമ്മുടെ ശരീരത്തിനകത്തും അങ്ങനെ ഒരുപാട് നെറ്റ്വർക്ക് സിസ്റ്റം ഉണ്ട്. എല്ലാം തോന്നിയ വഴി ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ട് നമ്മുടെ കുപ്പിയിൽ മറ്റേ എന്താ പറയുക ചെറുപയറും ഇങ്ങനെയൊക്കെ ഇട്ട് വെച്ചിട്ട് ഒറ്റ കുപ്പിക്കകത്ത് എല്ലാം ഇട്ട് വെക്കുന്നത് പോലെ ഉള്ളൊരു സിസ്റ്റം അല്ല നമ്മുടെ ശരീരത്തിനകത്ത്. അതിന് ഓരോന്നിനും പ്രത്യേക മാർഗങ്ങളും സ്ഥലങ്ങളും അതിന് പല ഫങ്ഷനാലിറ്റി. ഇത്രയും പെർഫെക്റ്റായിട്ട് എങ്ങനെ ഒരു ക്രിയേഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് തന്നെ അത്ഭുതമായ രീതിയിലാണ്. ഓക്കെ, അതായത് ഇതുവരെ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എന്താ പറയുക മെഷീന് പോലും നമ്മളുടെ ശരീരത്തിൻ്റെ ഈ പെർഫെക്ഷനിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഫ്യൂച്ചറിൽ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ശരീരത്തിനകത്ത് നമുക്ക് സാധാരണ നമുക്കറിയാം ബ്ലഡ് പോവാൻ ശരീരം മുഴുവനും ബ്ലഡ് അല്ല ഉള്ളത്. ഓക്കെ, എല്ലാവിടെയും ബ്ലഡ് ഇല്ല. ഓക്കെ, ബ്ലഡിന് പോകാൻ സെപ്പറേറ്റ് പാത്വേസ് ഉണ്ട്. ആ പാത്വേയിൽ കൂടി മാത്രമാണ് ബ്ലഡ് പോവുക. അല്ലാണ്ട് അങ്ങനെ നമ്മുടെ ശരീരം മുഴുവനും ബോട്ടിൽ തുറന്ന് വെച്ചിട്ട് അങ്ങനെ ബ്ലഡ് ഒഴിച്ച് വെച്ചിരിക്കുന്നതല്ല. അതിനെല്ലാം ഓരോ സ്ഥലത്തും പോവാൻ പ്രത്യേകം പാതകളുണ്ട്. നമ്മൾ അതിനെ വന്നിട്ട് ബ്ലഡ് പോകുന്ന പാത്വേനെ ആർട്ടറി എന്ന് പറയും. അതേമാതിരി തന്നെ തിരിച്ച് ഓർഗണിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള ടോക്സിൻസും മറ്റുമൊക്കെ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ മറ്റേ കമ്മ്യൂണിക്കേഷൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ പ്യുവർ ബ്ലഡ് വന്നിട്ട് ആർട്ടറി കൂടിയും ടോക്സിനേറ്റഡ് അല്ലെങ്കിൽ ഇൻപ്യുവർ ബ്ലഡ്, ശരിക്കും ആ വാക്ക് തെറ്റാണ് കേട്ടോ. നമ്മളങ്ങനെ പ്യുവർ ബ്ലഡ് ഇൻപ്യുവർ ബ്ലഡ് എന്നൊന്നും പറയാൻ പാടില്ല. പക്ഷെ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ ഉപയോഗിക്കേണ്ടത് ഓക്സിജനേറ്റഡ് ബ്ലഡ്, അതേമാതിരി തന്നെ ടോക്സിനേറ്റ് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ബ്ലഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ആ ബ്ലഡുകൾ വെയിൻസ് മുഖേനയും നമ്മുടെ ശരീരത്തിനകത്ത് വരും.
അതേമാതിരി തന്നെ നമ്മൾ തൊടുന്നതും അങ്ങനെ സെൻസുകളൊക്കെ തന്നെ നമ്മൾ പറയാറ് നെർവ് സിസ്റ്റത്തിലൂടെ നമ്മുടെ ശരീരം മുഴുവനും വെബ് പോലെ കണക്ട് ചെയ്ത് കിടക്കുന്നു. അതേമാതിരി തന്നെ നമ്മുടെ ശരീരത്തിനകത്തൂടെ മെറീഡിയൻ സിസ്റ്റം ഉണ്ടെന്നാണ് TCM പറയുന്നത്. ഈ മെറീഡിയനിലൂടെ ബ്ലഡും സഞ്ചരിക്കുന്നുണ്ട്, മറ്റേ ചീ പല രീതിയിൽ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ പറയും പല പേരിൽ നമ്മൾ ചീനെ കുറിച്ച് പഠിച്ചത് ഇതെല്ലാം ഇതിനകത്തൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് ഒരു 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 റോട്ട് കൂടിയിട്ട് ഈ ബ്ലഡ് പോകുന്നതിൽ കൂടി ചീ പോകുന്നത് അല്ലെങ്കിൽ പ്രോട്ടീൻസ് പോകുന്നത്, ഇത് തമ്മിൽ മറ്റേ മിക്സ് ആകുന്ന സമയങ്ങളിൽ എന്തെങ്കിലും അതിന് രൂപമാറ്റം സംഭവിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണോ ഒരു റോട്ടിൽ കൂടെ ഒരു NH കൂടെ വന്നിട്ട് വലിയ ലോറികളും ചെറിയ ലോറികളും ടാങ്കർ ലോറീസും ബസ്സസും കാർസും 2 വീലേഴ്സും ആൾക്കാരൊക്കെ നടന്നു പോകുന്നത്, അതേപോലെ തന്നെ ഉള്ളിലും നടക്കുന്നു. പക്ഷേ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലഡ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, ബ്ലഡിനകത്ത് ചീ സഞ്ചരിക്കുന്നു, ഓരോ പ്രോട്ടീനും അതേമാതിരി തന്നെ ഈ ആവശ്യമില്ലാത്ത വസ്തുക്കളെല്ലാം തന്നെ ബ്ലഡിനകത്ത് പോകുന്നത് അതിന് ശരീരം തന്നെ ഓരോന്നിനും ഓരോ ചെറിയ ചെറിയ പാക്കായിട്ട്, അതിന് നമ്മൾ എങ്ങനെയാണോ ഇപ്പോൾ സഞ്ചി എടുത്തിട്ട് നമ്മൾ കടയ്ക്ക് പോയിട്ട് വരുന്ന സമയത്ത് അവിടുന്ന് ഒരു 5 കിലോ അരി വാങ്ങുന്നു, 1 കിലോ തക്കാളി വാങ്ങുന്നു, 100 പച്ചമുളക് മേടിക്കുന്നു, ഇതെല്ലാം തന്നെ ഒറ്റ സഞ്ചി തന്നെയാണ് ഇട്ടിട്ട് വരുന്നതെങ്കിൽ പോലും അതിന് ഓരോന്നിനെയും സെപ്പറേറ്റ് കവർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ബ്ലഡിലൂടെയാണ് ഇതെല്ലാം സഞ്ചരിക്കുന്നതെങ്കിൽ പോലും ഇതെല്ലാം സെപ്പറേറ്റ് പാക്കായിട്ട്, എങ്ങനെയാണോ നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്ത് ഓരോ കൂടാക്കിയിട്ട് സഞ്ചിക്കകത്ത് ഇടുന്നത്, അതേമാതിരി തന്നെയാണ് നമ്മുടെ ശരീരത്തിനകത്തുകൂടെ ഇതെല്ലാം തന്നെ സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റോട്ടിൽ കൂടെ, നമ്മുടെ റോട്ടിൽ കൂടെ കാർ മാത്രമേ പോകാൻ പാടുള്ളൂ, ബസ് മാത്രമേ പോകാൻ പാടുള്ളൂ എന്നില്ലല്ലോ സാധാരണ. അതേമാതിരി തന്നെ ഈ ബ്ലഡ് പാത്വേ കൂടി ഇതെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ തമ്മിൽ അത് കണക്ട് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണോ റോട്ടിലൂടെ കാറും ബസ്സും ഒക്കെ പോകുന്ന സമയത്ത് അതേപോലെ തന്നെ ഇതിനകത്ത് ഒരേ റോട്ടിൽ കൂടി തന്നെയാണ് ഇതെല്ലാം പോകുന്നത്. ആ റോട്ടിലൂടെ പോകുന്ന സമയത്ത് തമ്മിൽ കണക്റ്റഡ് ആവാതിരിക്കാൻ അതെല്ലാം തന്നെ സെപ്പറേറ്റ് കവേർഡ് ആയിട്ട്, അങ്ങനെ നമ്മുടെ ഓർഗനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കണക്ട് ചെയ്യുന്ന ചീ പോകുന്ന പാത്വേ, അതിലൂടെ ബ്ലഡും സഞ്ചരിക്കുന്നുണ്ട്. നമ്മൾ അതിനെയാണ് മെറീഡിയൻസ് എന്ന് പറയുന്നത്. അതേമാതിരി കൊളാട്രൽസ് എന്ന് പറയും. എന്താണ് കൊളാട്രൽസ് ഉള്ളത്, എന്താണ് മെറീഡിയൻസ് ഉള്ളത് നമുക്ക് പിന്നീട് നോക്കാം. ഇതിന് TCMൽ ആക്ച്വലി വന്നിട്ട് ജിങ് ലൂ എന്നാ പറയുക. ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം പാത്ത് തന്നെ, വഴികൾ തന്നെയാണ്. ഓക്കെ, എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ NH ഒക്കെ വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്കതും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതേമാതിരി തന്നെ റെയിൽവേ ട്രാക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2 പാരലായിട്ടുള്ള ട്രാക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ട്രാവലിന് പോവുക. അങ്ങനെ നേരെ, അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് തലയിൽ നിന്നും കാലിലേക്കോ അല്ലെങ്കിൽ തിരിച്ചോ സഞ്ചരിക്കുന്ന മാർഗത്തിനെയൊക്കെ നമ്മൾ മെറീഡിയൻസ് എന്ന് പറയും. ഇങ്ങനെ ഒരു ട്രെയിൻ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരി വരെ ഒരു ട്രെയിന് പോവുകയാണെങ്കിൽ ഒരു ട്രാക്ക് ഉണ്ടെങ്കിൽ ആ ട്രെയിൻ അവിടെ പോകും. അതേമാതിരി തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ റിവേഴ്സിൽ വരേണ്ടി വരും. മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, അതിൻ്റെ എഞ്ചിന് മുന്നിലേക്ക് കൊണ്ടുവരണം. അതിന് ആ എഞ്ചിൻ അവിടുന്ന് അഴിച്ച് മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് പാത്ത് വേണം. അപ്പം അങ്ങനെ ഒരു 4 ലൈൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ 2 ലൈൻ പോകുന്നുണ്ടെന്ന് വെച്ചാൽ ഈ 2 ലൈനോ അല്ലെങ്കിൽ 4 ലൈനോ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഒരു വണ്ടിക്ക് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് മെട്രോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിങ്ങനെ പോയിട്ട് വേറെ കണക്ഷൻ, തിരിച്ചു വരാനുള്ള കണക്ഷൻ ഇല്ലെങ്കിൽ ഒരു ട്രെയിൻ അതേ കൂടി തന്നെ പോവാ, പിന്നെയും തിരിച്ച് അതേപോലെ അങ്ങനെ വരാൻ പറ്റത്തുള്ളൂ അല്ലേ. നമ്മുടെ ശരീരത്തിന് അങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ നിന്നും റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്രോസ് ആയിട്ട് പോകുന്ന ട്രാക്ക് നമുക്ക് കാണാം. അപ്പോൾ ഒരു ട്രാക്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു ട്രാക്കിലേക്ക് മാറാൻ പറ്റും. അങ്ങനെ ഒരു മെറീഡിയനിൽ നിന്നും വേറൊരു മെറീഡിയനുകളിലേക്കോ അല്ലെങ്കിൽ ഓർഗണിലേക്കോ പോകുന്നതിനെയൊക്കെ നമ്മൾക്ക് കൊളാട്രൽസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ജിങ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന മെറീഡിയൻസ്, ലൂ എന്ന് പറഞ്ഞാൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്ഷൻസ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. അതിനാണ് ഞാൻ ഇത്രയും വലുതായിട്ട് പറഞ്ഞത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ഒരുപാട് നേരം എടുക്കത്തില്ല, വേറൊരു ചെറിയൊരു കമ്മിറ്റ്മെൻറ്റും കൂടി ഉള്ളത് കൊണ്ട്. ഓക്കെ, പിന്നെ കുറേ ദിവസത്തിന് ശേഷമല്ലേ, ഞാനും മെൻ്റലി പ്രിപ്പയർഡ് അല്ല. ഇന്നും ആരെങ്കിലും ഒരു എക്സ്ക്യൂസസ് പറഞ്ഞ് ക്ലാസ് മാറ്റി വെക്കുന്നത് ഞാൻ വിചാരിച്ചു, ആരും ഒന്നും പറയാത്തതുകൊണ്ട് എടുത്തതാണ്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? പറഞ്ഞോളൂ.
ആരാണ് ചോദിക്കുന്നത് പേരും കൂടെ പറയാം. അതായത് നമുക്ക് ഇനി എല്ലാം ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. നമ്മളിപ്പോ ഫസ്റ്റ് സ്ലൈഡ് മാത്രമല്ല വെച്ചിട്ടുള്ളൂ. ഓക്കെ, അതായത് ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന മെറീഡിയൻസ്. നമ്മൾ റെയിൽവേ പാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ജംഗ്ഷൻ അല്ല ഓർമ്മ വരാം, മറിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് രണ്ട് സെയിം ഡിസ്റ്റൻസിൽ ലോങ് ആയിട്ട് നീളത്തിൽ കിടക്കുന്ന രണ്ട് ഇരുമ്പ് പാളങ്ങളാണ് ഓർമ്മ വരിക. പക്ഷെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ എത്തുന്ന സമയങ്ങളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ കണക്ട് ചെയ്യാൻ ഒരു ഭാഗത്തു നിന്ന് വേറൊരു ട്രാക്കിലേക്ക് പോകാൻ ക്രോസ് ആയിട്ടുള്ള പാത്ത് വേ ഉണ്ടാവും. അപ്പോൾ ഈ സ്ട്രെയിറ്റ് പോകുന്നതിനെ നമ്മൾ മെറീഡിയൻസ് എന്നും ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനെ കൊളാക്ടൽസ് എന്ന് പറയും. അതേ TCMൽ തന്നെ ആണെങ്കിൽ ജിങ് ലൂ പറയും. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ ഒരിക്കൽ ജിങ് ലൂ എന്നുള്ളത്? പറഞ്ഞിട്ടുണ്ട്. സോ in TCM, the meridian system is a network of pathways. നമ്മുടെ ശരീരം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് എങ്ങനെയാണോ, ഇലക്ട്രിസിറ്റി വന്നിട്ട് ഇപ്പോൾ ആൾമോസ്റ്റ് 100% ഇലക്ട്രിസിറ്റി ഉള്ള വീടുകളാണ്, അല്ലെങ്കിൽ 99% കേരളത്തിലെ ഉള്ള എല്ലാ വീടുകളും ഇലക്ട്രിസിറ്റി ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാത്വേ കൂടിയിട്ട് എനിക്ക് കേരളത്തിലുള്ള ഏത് വീടുകളിലേക്കും ഒരു കണക്ഷൻ ഉണ്ട് ഇല്ലേ? എൻ്റെ ഈ ഇലക്ട്രിസിറ്റി വരുന്ന മറ്റേ എന്താ പറയുക, ആ ലൈനിലൂടെ എനിക്ക് കേരളത്തിലുള്ള എല്ലാ വീടുകളെയും കണക്ട് ചെയ്യാൻ പറ്റും. ശരിയാണോ അല്ലയോ? ശരിയാണ്. അതേമാതിരി നമ്മുടെ ശരീരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിസ്റ്റം പാത്വേ ആണ് ഈ മെറീഡിയൻസ് ആൻഡ് കൊളാറ്ററൽസ്. ഇതിലൂടെയാണ് നമ്മൾ പറയുന്ന ചീയും മറ്റുള്ള സാധനങ്ങളൊക്കെ പോകുന്നതും. അതേമാതിരി തന്നെ ഒരു ഓർഗൻ വേറൊരു ഓർഗനായിട്ടും, ഒരു ഓർഗൻ അതിൻ്റെ തന്നെ പെയർഡ് ഓർഗനായിട്ടും, അത് മറ്റേ അതേപോലെ തന്നെ തമ്മിൽ ടിഷ്യൂസിനെ ആയിക്കോട്ടെ, സെല്ലുകളെ ആയിക്കോട്ടെ, എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്നത് ഈ മെറീഡിയൻസ് ആൻഡ് കൊളാറ്ററൽ സിസ്റ്റത്തിൽ കൂടെ തന്നെയാണ്. ഓക്കെ, അതിൽ മെറീഡിയൻ എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള ചാനലാണ്. നമ്മളിവിടെ പറയുകയാണെങ്കിൽ ഹൈവേസ് എന്ന് പറയുന്നത് പോലെ പ്രധാനപ്പെട്ട മാർഗമാണ്. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കിപ്പോൾ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ ചെറിയൊരു 2 ദിവസത്തെ ചെറിയൊരു എന്താ പറയുക ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ത്യ എന്താ ചെയ്തത്? അവരുടെ ഡിഫൻസിൻ്റെ ഫ്ലൈറ്റുകളൊക്കെ വരുന്ന പാത്വേനെ, മെയിനായിട്ടുള്ള പാത്വേനെ തകർത്തു. അതോടുകൂടി അവർക്ക് അവരുടെ ഫ്ലൈറ്റുകളൊന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റാണ്ടായി. അതോടുകൂടി അവർ സറണ്ടറായി ഇല്ലേ? അത് ആ ഫ്ലൈറ്റ് പോകണമെന്നുണ്ടെങ്കിൽ അതിന് മെയിനായിട്ടുള്ള പാത്വേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് ഇറങ്ങാനും കയറാനും. സോ അതേമാതിരി എത്ര ഒരു ഫ്ലൈറ്റിന് അല്ലെങ്കിൽ ഒരു മറ്റേ ഫൈറ്റർ ജെറ്റ്സിന് അതിൻ്റെ പാത്വേ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ തന്നെയാണ് ഈ മെറീഡിയൻ എന്നുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാത്വേ ആണ്. ഈ പാത്വേ കൂടിയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഈ പാത്വേക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കുമ്പോഴാണ് ആ ഭാഗത്തേക്കുള്ള എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ കട്ടായി പോകുന്നത്. ഇങ്ങനെ കുറേ സിസ്റ്റം ഉണ്ട്. നെർവ് സിസ്റ്റത്തിലുണ്ട്, ബ്ലഡ് സിസ്റ്റത്തിലുണ്ട്, മെറിഡിയൻസിലുണ്ട്. എല്ലാത്തിലും ഏതിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാലും അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അതേമാതിരി കൊളാട്രൽസ് എന്ന് പറഞ്ഞാൽ കൊളാട്രൽസ് ആർ ബ്രാഞ്ചസ് ദാറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദം. അതായത് മെറീഡിയനിൽ നിന്നും വരുന്ന ബ്രാഞ്ചസ്. അതായത് നമ്മളിപ്പോൾ NHൽ നിന്നും വേറെ ചെറിയ റോഡുകളിലേക്കുള്ള ഡൈവേർഷനെയാണ് സാധാരണ റോഡുകൾ എന്ന് പറയുന്നത് പോലെ NHൽ നിന്ന് ഈ റോഡുകൾ ബ്രാഞ്ച് ചെയ്ത് പോകും. അല്ലെങ്കിൽ വേറെ ഭാഗത്തു നിന്ന് വരുന്ന ചെറിയ റോഡുകൾ എങ്ങനെയാണോ NHൽ വന്ന് ചേരുന്നത്, അല്ലെങ്കിൽ ഒരു പുഴ ഉത്ഭവിക്കുമ്പോൾ ചെറിയ ചെറിയ അരുവികൾ വന്ന് കൂടി ചേർന്നിട്ടാണ് ഒരു പുഴയാവുന്നത്. ഇപ്പോൾ ഭാരതപ്പുഴ എന്ന് പറയുന്നത് പട്ടാമ്പിയിലൊക്കെ എത്തുന്ന സമയത്ത് ഒരു പുഴയാണെങ്കിൽ പോലും ഈ ഭാരതപ്പുഴയ്ക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ നദികളാണ്. പല നദികളുണ്ട്. ആ പല നദികളെല്ലാം ചെറിയ ചെറിയ നദികൾ പോയി ചേർന്നിട്ടാണ് വലിയൊരു നദിയാവുന്നത് പോലെ കുറേ കൊളാട്രൽസ് ഉണ്ട്. അതൊക്കെ ബ്രാഞ്ചസ് ആണ്. അതേമാതിരി തന്നെ മെറീഡിയൻസ് ഉള്ളത് മെയിൻ സ്ട്രീം ഏറ്റവും വലുതാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? നിഖില മനസ്സിലായി സർ. ശശികുമാരി മാം മനസ്സിലായി സർ. ഓക്കെ. ദിസ് സിസ്റ്റം ഇൻക്ലൂഡിങ് മെറീഡിയൻസ്, കൊളാട്രൽസ് ആൻഡ് അതേമാതിരി തന്നെ നമ്മൾ കൊളാട്രൽസിനെ പിന്നെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും.
എങ്ങനെയാണോ NH എന്ന് വന്നിട്ട് ചിറ്റൂരിലേക്ക് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ഒരു വഴി വരുന്നു, ഈ വഴിയിൽ നിന്നും NH-നേക്കാളും കുറച്ച് ചെറുതായിരിക്കും സാധാരണ മെയിൻ റോഡ്. ആ മെയിൻ റോഡിൽ നിന്ന് പിന്നെയും പല ബ്രാഞ്ചസ് ഓഫ് റോഡുകൾ പിരിയൂലേ, അതൊരിക്കലും വന്നിട്ട് സാധാരണ കേസസിൽ ഈ വലിയ റോഡിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവില്ല, അതിനേക്കാളും കുറയും. പിന്നെ അതിനകത്ത് ബ്രാഞ്ചസ് വരുന്ന അങ്ങനെ വളരെ നേർത്ത് പോയിട്ട് ആളുകൾ നടന്നു പോകുന്നത് പോലെ ഈ ബ്രാഞ്ചസ് എങ്ങനെയാണോ മരത്തിലും അതുപോലെ തന്നെയാണ് അല്ലേ, ഒരു വലിയ തായ് ഉണ്ടാവും, ആ തായിൽ നിന്ന് കുറച്ചുകൂടി തായിനേക്കാളും കുറച്ച് ചെറുതായിട്ടുള്ള ബ്രാഞ്ചസ് സ്പ്ലിറ്റഡ് ആവും, ആ ബ്രാഞ്ചസ് പിന്നെയും സ്പ്ലിറ്റ് ചെയ്ത് അതിനേക്കാളും ചെറിയ കുറേ ശാഖകൾ ഉണ്ടാവും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോയി ഇലകളിൽ വരെ അതിൻ്റെ നേർത്തതായിട്ടുള്ള ഒരു ചാനൽ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇതെല്ലാം പ്രോപ്പറായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഇലകളിൽ നിന്നും എന്തൊക്കെ ഫങ്ഷനാലിറ്റി നടക്കുന്നുണ്ടോ അത് ബാക്കിയുള്ള ഭാഗത്തേക്ക് എത്തത്തുള്ളൂ. അതുപോലെ തന്നെ മരം വലിച്ചെടുക്കുന്ന സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് പോകുന്നത് ഇങ്ങനെയുള്ള ഈ അതിൻ്റെ മെറിഡിയൻ സിസ്റ്റത്തിലാണ്. അതേമാതിരി എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സിസ്റ്റമാണ് മനുഷ്യ ശരീരം. അതേപോലെ തന്നെ എല്ലാ മനുഷ്യരും പ്രകൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന നമ്മളെല്ലാം ഓരോ കൊച്ചു ബ്ലഡിലൂടെ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാത്തമായി ബ്ലഡിനകത്ത് പ്രോട്ടീനും പോകും, കാർബോഹൈഡ്രേറ്റ്സ് പോകും, വിറ്റാമിൻസ് പോകും, ടോക്സിൻ ഉണ്ടാവും, അതിനകത്ത് ആവശ്യമില്ലാത്ത സാധനം ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നില്ല എങ്കിൽ പോലും അതെല്ലാം തന്നെ ഇതിനകത്ത് പോകുന്നത് പോലെ തന്നെ ഒരു പ്രകൃതി എന്ന് പറയുന്ന ഒരു ശരീരമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബ്ലഡിലൂടെ സഞ്ചരിക്കുന്ന പല സാധനങ്ങളുള്ളതിൽ ഒരു സാധനമാണ് നമ്മൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. ഓക്കെ, സോ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഫങ്ഷനാലിറ്റി പ്രോപ്പറായിരിക്കണം. അതേമാതിരി തന്നെ പ്രകൃതിയുടെ അപ്പം നമ്മളുടെ പ്രകൃതി നന്നായിരിക്കണമെങ്കിൽ നമ്മളുടെ ഫങ്ഷനും നമ്മൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ ഇതെല്ലാവരുടെയും പ്രാപിക്കും, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ. ഒരു യുദ്ധം ഉണ്ടായി, 2 ദിവസത്തെ യുദ്ധമാണെങ്കിലും ശരി, 2.5 കൊല്ലത്തെ യുദ്ധമാണെങ്കിലും ശരി, അത് ഉറപ്പായിട്ടും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. ഇപ്പൊ ഇസ്രായേലും ഇറാനും നമ്മുടെ ഇവിടുന്ന് എത്രയോ കിലോമീറ്റർ ദൂരെയാണ്. ആ യുദ്ധവും നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മളിലേക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ നമുക്ക് പോകുന്നില്ല. അതേമാതിരി തന്നെ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെ എഫക്റ്റും എല്ലാവിടെയും ഉണ്ടാകുന്നുണ്ട്. 2 ദിവസമാണെങ്കിൽ 2 ദിവസം ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടായതിൻ്റെ എഫക്റ്റും എല്ലാവിടെയും വരും. നമ്മളത് ഫീൽ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, കാറ്റ് എപ്പോഴുണ്ട്, പക്ഷെ നമ്മൾ പറയും അയ്യോ തീരെ കാറ്റില്ല, ഉഷ്ണിക്കണമെന്ന് പറയുന്നില്ലേ. ഒരു നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള കാറ്റ് വരുമ്പോൾ മാത്രമാണ് അതിനൊരു സുഖമുള്ളത് പോലെ. ആ കാറ്റ് പുതിയതായിട്ട് എവിടെയെങ്കിലും വന്നതാണോ അത്? അതിനൊരു മൂവ്മെന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, അതല്ലെങ്കിലും എല്ലായ്പ്പോഴും ഇത് മൂവിങ്ങിൽ തന്നെയാണ് ഉള്ളത്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഫീൽ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അതേമാതിരി തന്നെ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇടിപൊട്ടലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെല്ലാവരും ഞെട്ടിയാൽ പോലും ആ കുട്ടി സുഗമമായി ഉറങ്ങും. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കേൾവിക്കും അതേമാതിരി തന്നെ കാഴ്ചയ്ക്കും ചില ഫ്രീക്വൻസി റേഞ്ചസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നായ്ക്കളൊക്കെ ഓരിയിടുന്നതും നായ്ക്കൾ രാത്രി കുരയ്ക്കുന്നതൊക്കെ വന്നിട്ട് നമ്മളത്തേക്കാളും അവരുടെ ഫ്രീക്വൻസി വളരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാത്ത ശബ്ദവും നമുക്ക് കാണാത്ത കാഴ്ചകളും അവർക്ക് കാണാൻ കഴിയും. ഓക്കെ, അതേമാതിരി തന്നെ കുഞ്ഞു കുട്ടികൾക്ക് ആ ഇടിയുടെ ശബ്ദമൊന്നും അവർക്കത് അവർക്കത് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ എത്ര ഇടി പൊട്ടാലും കരയുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കേൾക്കാൻ തുടങ്ങുമ്പോൾ അവരും ഞെട്ടി കരയാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമ്മളുടെ TCM-ൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഡിപ്ലോമ സ്റ്റുഡൻറ്റിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സംബന്ധിച്ചിട്ട് ഈ 12 മെറീഡിയൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. ശരിക്കും 12 മെറീഡിയൻസ് അല്ല. ഓക്കെ, മെറീഡിയൻസ് വന്നിട്ട് 14 ഉണ്ട്. അതിൽ ഈ 12 എണ്ണം നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന 1, 2, 3 12 എഴുതിയിട്ടുണ്ട്. അത് ലെഫ്റ്റ് സൈഡിലും ഉണ്ട്, റൈറ്റ് സൈഡിലും ഉണ്ട്. അപ്പൊ ശരിക്കും എത്ര മെറീഡിയൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറഞ്ഞു മുമ്പ് ഒന്ന് ആലോചിക്കണം അവർ ഏത് ഉദ്ദേശത്തിലാണ് ചോദിച്ചതെന്ന്. മൊത്തം ജനറലി പറയുന്നത് 12 മെറീഡിയൻ ഉണ്ടെന്ന് പറയാം. ഓക്കെ, ഉറപ്പാണ് 12 ആണ് അല്ല, അത് ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളതുകൊണ്ട് 24 പ്ലസ് സെന്ററിലൂടെ ഫ്രണ്ടിൽ വരണമുണ്ട് ബാക്കിലും ഉണ്ട്. അപ്പൊ എത്ര എണ്ണായി? 24 2 26 മെറീഡിയനായി. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പോകും ഇങ്ങനെ. ഓക്കെ, അപ്പൊ ജനറലി സ്പീക്കിംഗ് 12 + 2 മെറീഡിയൻ ആണ് പറയുന്നത്. ഈ മെറീഡിയൻസ് എന്ന് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഈ 12 മെറീഡിയൻസും
ട്രീറ്റ്മെൻറ്റിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് സ്കിന്നിന് തൊട്ടടുത്തുകൂടി പോകുന്ന വഴികളാണ്. ഓക്കെ, സ്കിന്നിന് തൊട്ടടുത്തുള്ള വഴിയാണ്. ഇപ്പം എനിക്ക് പാലക്കാട് പോകണം എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വീടിന് മുന്നിലുള്ള ഈ ചെറിയ മണ്ണ് റോഡും അത് കഴിഞ്ഞ് ചെറിയ ടാർ റോഡും അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ് ഹൈവേയും ആ സ്റ്റേറ്റ് ഹൈവേ പോയാൽ മാത്രമേ NH ടച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം എനിക്ക് ഈ റോഡ് എൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ളത് പോലെ തന്നെ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അടുത്ത് തന്നെ മലയോര ഹൈവേ വരുന്നുണ്ട്. അത് മലയോര പുതുശ്ശേരിന്നോ കോഴിക്കോട്ടിലേക്ക് പോകണം. ഇത് എല്ലാവർക്കും കംഫർട്ടബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ആ റോഡിലൂടെ വരുന്നവർക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാൻ വളരെ എളുപ്പമാണ്. അതേ സമയത്ത് തൃശ്ശൂരുള്ള ഒരാൾക്ക് ഈ ഹൈവേ കൊണ്ട് ഉപയോഗം ഉണ്ടാവില്ല, ഇല്ലേ? അപ്പോൾ ഈ മെറീഡിയൻസ് വന്നിട്ട് കുറേ മെറീഡിയൻസ് ഉണ്ടെങ്കിലും നമുക്ക് ട്രീറ്റ്മെന്റിന് പറ്റുന്ന മെറീഡിയൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 12 മെറീഡിയൻസ് ആണ്. പ്ലസ് ഒരു 2 12 14 മെറീഡിയൻ നമുക്ക് തറവായിരിക്കണം. ഈ 12 മെറീഡിയൻസ് എന്തൊക്കെയാണ്? ഈ 12+2 മെറീഡിയന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്കിന്നിനും മസിൽസിനും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. നമ്മുടെ സ്കിന്നിന്റെ തൊട്ട് താഴെയും മസിൽ ഫോർമേഷൻ വരുന്നതിന് തൊട്ട് താഴെ ഒരു സ്പേസ് ഉണ്ട്. അതിന് കോലി എന്ന് പറയും. പ്രൊണൗൺസിയേഷൻ വ്യത്യാസം ഉണ്ടാവും, നിങ്ങളത് നോക്കിയാൽ മതി. നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ സർക്കുലേറ്റ് ചെയ്യുന്നത്, ഡിഫെൻസീവ് മെക്കാനിസം എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്താണ്. അതിലൂടെയാണ് ഈ നമ്മുടെ മെറീഡിയൻ പോകുന്നത്. ഓക്കെ, 12 മെറീഡിയൻ ആണ്. അതിൻ്റെ പേരെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ലങ് മെറീഡിയൻ നമുക്കറിയാം, ലാർജ് ഇൻറ്റസ്റ്റൈൻ മെറീഡിയൻ, പെരിക്കാർഡിയം മെറീഡിയൻ, ട്രിപ്പിൾ വാർമർ മെറീഡിയൻ, ഹാർട്ടിൻ്റെ മെറീഡിയൻ, സ്മാൾ ഇൻറ്റസ്റ്റൈൻ്റെ മെറീഡിയൻ, സ്പ്ലീനിൻ്റെ മെറീഡിയൻ, സ്റ്റൊമക്കിൻ്റെ മെറീഡിയൻ, ലിവറിൻ്റെ മെറീഡിയൻ, ഗാൽബ്ലാഡറിൻ്റെ മെറീഡിയൻ, കിഡ്നിയുടെ മെറീഡിയൻ, യൂറിനറി ബ്ലാഡറിൻ്റെ മെറീഡിയൻ. ഇങ്ങനെ 12 മെറീഡിയൻ ഉണ്ട്. ഈ 12 ഓർഗനെ കുറിച്ച് നമ്മൾ ആൾറെഡി നോക്കിക്കഴിഞ്ഞാണ്. ഈ 12 മെറീഡിയൻസ് ശരീരത്തിലൂടെ പ്രധാനമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. ക്ലിയർ ആണോ അത്? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ശശികുമാരി മാം, നിഖില ആൻഡ് സൈദ. രണ്ടാമത് പറഞ്ഞത് LI ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ കോളൻ. ഓക്കെ, സോ 12 ഓർഗനെ കുറിച്ച് നമ്മൾ കുറേ ക്ലാസ്സുകളിൽ കേട്ടതാണ് അല്ലേ? അതിൻ്റെ ഓരോ ഫങ്ഷനും എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ. സോ ഈ 12 മെറീഡിയൻ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അത് കൂടാതെ 2 മെറീഡിയനും കൂടെ ഉണ്ട്. അത് റൺ ആൻഡ് ഡ്യൂ എന്ന് പറയും. നമ്മളത് പിന്നീട് നോക്കാം. മനസ്സിലാക്കി വെച്ചാൽ മതി, ജസ്റ്റ് ഇതൊക്കെ അറിഞ്ഞു വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് നമുക്ക് ഓരോന്നോരോന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് തറവായിട്ട് മനസ്സിലാവും. ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, നമ്മുടെ ഇൻഡെക്സ് പോലെയാണ്. നമ്മൾ എന്തൊക്കെയാണ് ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെയാണ് നമ്മൾ ഇന്ന് മുഴുവനും നോക്കുന്ന കാര്യങ്ങളൊക്കെ. അതാണ് മെറീഡിയൻ്റെ ഓരോന്നിലേക്ക് പോകുമ്പോഴാണ് ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ഓക്കെ, നമ്മൾ പറഞ്ഞു ഈ മെയിൻ മെറീഡിയൻസ് മാത്രമല്ല, മെയിൻ മെറീഡിയൻസ് ഒരു നാഷണൽ ഹൈവേ മാതിരിയാണ്. അതിന്ന് സ്റ്റേറ്റ് ഹൈവേസ് ഉണ്ടാവും. ആ സ്റ്റേറ്റ് ഹൈവേസ് വന്നിട്ട് സാധാരണ റോഡിലേക്ക് പോകും. അത് പഞ്ചായത്ത് റോഡാകും. അങ്ങനെ ചെറിയ ചെറിയ ആയിട്ട് ശിഖിരങ്ങളായിട്ട് മാറുന്ന പോലെ തന്നെ ഒരു മരത്തിന് ഇലയുടെ ഏറ്റവും ചെറിയ ഭാഗം തൊട്ടിട്ട് മരത്തിൻ്റെ ഏറ്റവും എന്താ പറയുക വലുതായിട്ടുള്ള ഭാഗങ്ങൾ വരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ മെറീഡിയൻസ്. അപ്പോൾ പല സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഒരേ സാധനത്തിന് വേറൊരു പേരിൽ നമ്മൾ വിളിക്കും ഇല്ലേ? ഇപ്പോൾ ഭാരതപ്പുഴ വന്നിട്ട് മറ്റേ യാക്കരയുടെ അവിടെ എത്തുമ്പോൾ ഭാരതപ്പുഴ എന്ന് പറയുമോ? ഇല്ലല്ലോ, യാക്കരപ്പുഴ എന്നാ പറയാ. ഇതേ യാക്കരപ്പുഴ തന്നെ മറ്റേ പുതുശ്ശേരിയിൽ വരുന്ന സമയത്ത് അതിന് വേറൊരു പേരാണ്. ഇതേ ഭാരതപ്പുഴ ബ്രാഞ്ചായിട്ട് ചിറ്റൂരിൽ നിന്നുള്ള ഒരു പുഴയുണ്ട്. ഇവിടെ എത്തുമ്പോൾ ശോകനാശിനി എന്നുള്ള പേരിൽ അത് വിളിക്കപ്പെടുന്നു. അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ പേര് വിളിക്കും. പക്ഷെ സംഭവം എന്താ? എല്ലാം എവിടേക്കാ? ഒന്നിലേക്ക് തന്നെയാണ് പോകുന്നത്. ഒന്നിലേക്ക് തന്നെയാണ്. അത് ഓരോ സ്ഥലത്തും ഓരോ പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഈ പുഴകളിലെ വെള്ളം എല്ലാം തന്നെയാണ് കടലിലേക്ക് പോയി ചേരുന്നത് കൊണ്ട് ഇതിനെ കടലിന് വിളിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇതെല്ലാം ഭാരതപ്പുഴ ബ്രാഞ്ചസ് ആണെന്ന് വെച്ചാൽ എല്ലാത്തിനെയും ഭാരതപ്പുഴ എന്ന് പറഞ്ഞാലോ? അപ്പം ഒരു ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേരുകളും മറ്റുമൊക്കെ ഇടുന്നത്. ഓക്കെ,
നമ്മുടെ ശരീരത്തിലെ ഏകദേശം ഇങ്ങനെ കുറേ വലിയതും അതിൻ്റെ ചെറിയതും അങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഫാം ആവും. അങ്ങനെ മെയിനായിട്ടുള്ളതിനെ മെറീഡിയൻ എന്ന് പറഞ്ഞു, മെറീഡിയൻ നിന്ന് സ്പ്ലിറ്റ് ചെയ്തതിനെ കൊളാട്രൽസ് എന്ന് പറഞ്ഞു, അതിനെ സബ് കൊളാട്രൽസും അതേമാതിരി തന്നെ ചെറുതായിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മെറീഡിയൻസ് ആൻഡ് കൊളാട്രൽസ് സബ് കൊളാട്രൽസിലെല്ലാം കൂടെ തന്നെയാണ് നമ്മുടെ ചീയും ബ്ലഡും നമ്മുടെ ശരീരം മുഴുവനും സഞ്ചരിക്കുന്നത്. ഓക്കെ, ബ്ലഡ് സഞ്ചരിക്കണം, ചീ സഞ്ചരിക്കണം, ബാക്കി എന്തൊക്കെ ശരീരത്തിനകത്ത് ആവശ്യമുണ്ടോ അതിനൊക്കെ സഞ്ചരിക്കാൻ ഒരു പാത്ത് ഉണ്ട്. ദ പ്രിട്ടേൺ ടു സാങ്ഫു ഓർഗൻസ്. ഈ മെറീഡിയൻസും കൊളാട്രൽസും ഒക്കെ തന്നെ നമ്മുടെ സാങ്ഫു ഓർഗൻസുമായിട്ട്, സാങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ഓർഗൻ, ഫു എന്ന് പറഞ്ഞാൽ യാങ് ഓർഗൻസ്. ഓക്കെ, നമ്മുടെ ശരീരത്തിന് അകത്തും അതേമാതിരി തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഇപ്പോൾ ഹാർട്ടുണ്ട്, ഹാർട്ടും സ്കിന്നിൻ്റെ അവിടെയും നമ്മൾ നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു പാത്ത് വേ വേണം. ആ പാത്ത് വേ എങ്ങനെ വർക്ക് ചെയ്യുന്നു വെച്ചാൽ ഇങ്ങനെയുള്ള ഈ മെറീഡിയൻ സിസ്റ്റത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അത് എല്ലാവിടെയും എത്തും. അതിന് പണ്ടൊക്കെ ഞാൻ പറയാറുള്ളതാണ് എപ്പോഴും എന്താണ്, നമ്മുടെ മുസംബി എന്നുള്ള ഫ്രൂട്ട് ഉണ്ടല്ലോ, ഇന്ന് കാലത്ത് ഏറ്റവും കുറവ് കഴിക്കുന്ന ആളുകളാണ്. ചിലവരൊന്നും ജീവിതത്തിൽ കഴിച്ചിട്ട് പോലും ഉണ്ടാവില്ല മുസംബി ഇന്ന് കാലത്ത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കോയമ്പത്തൂരിലാണ് ഞാൻ വളർന്നതൊക്കെ. അവിടെ എല്ലാ ആശുപത്രികളുടെ മുമ്പിലും 365 ദിവസവും കിട്ടുന്ന പഴം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസംബി ആയിരിക്കും. ആർക്ക് സുഖമില്ല, എന്ത് അസുഖമാണെങ്കിലും ശരി, ഈ മുസംബി അവിടെ സാത്പുടി. ഓക്കെ, ഒറ്റ മിനിറ്റ്. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, കുറച്ചു നേരം കേൾക്കുന്നുണ്ടായിരുന്നില്ല. സോറി. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയെന്നൊന്ന് പറയാമോ? സാങ്ഫു ഓർഗൻസിന്റെ രണ്ടാമത്തെയാണ്. ഓക്കെ, ശരി ശരി. അപ്പൊ അങ്ങനെ നമുക്ക് കുറേയേറെ സിസ്റ്റങ്ങൾ നമുക്ക് സബ് ഡിവൈഡ് ചെയ്യും. ഇതിപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, നമുക്ക് ഡെപ്ത് ആയിട്ട് പോകും. അപ്പോൾ 12 മെറീഡിയൻസ് ഉണ്ട്. ഈ 12 മെറീഡിയൻസിനും 12 കൊളാട്രൽസ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അതേമാതിരി തന്നെ നമ്മൾ പറഞ്ഞു എക്സ്ട്രാ ആയിട്ട് കുറേ മെറീഡിയൻസ് ഉണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. നമ്മൾ ഇതിൻ്റെയൊക്കെ ഡെപ്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഓക്കെ, എന്താണ് കൊളാട്രൽസ്, എന്താണ് ഡൈവർജന്റ് മെറീഡിയൻസ്, എന്താണ് എക്സ്ട്രാ മെറീഡിയൻസ്, എന്താണ് മെയിൻ മെറീഡിയൻസ്. നമ്മൾ ആദ്യം മെയിൻ മെറീഡിയൻസിലേക്ക് പോകും, അത് കഴിഞ്ഞ് എക്സ്ട്രാ മെറീഡിയൻസിലേക്ക് എല്ലാത്തിലും നമുക്ക് പോകും. അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്ന് മാത്രം തൽക്കാലം പുതിയ ആളുകൾ മനസ്സിലാക്കി വെക്കുക. കുറേ മെറീഡിയൻസ് ഉണ്ട്. നമ്മളിപ്പോൾ എങ്ങനെയാണോ റോഡിനെ സബ് ഡിവൈഡ് ചെയ്ത്, എല്ലാം റോഡ് തന്നെയാണ്, പക്ഷേ അതിനെയൊക്കെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്ത് നമ്മൾ സംസാരിക്കുന്നു എന്ന് മാത്രം. പുഴ എന്ന് പറഞ്ഞാൽ വെള്ളം പോകുന്നതാണ്. ആ പുഴേനെ അരുവി എന്നും പുഴ എന്നും മെയിൻ പുഴ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മൾ എഗെയിൻ നമുക്ക് എന്തിനകത്ത് വരുന്നു? മെറീഡിയൻ തിയറിയെ കുറിച്ച് വരുന്നു. TCMൽ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് മെറീഡിയൻ തിയറി എന്ന് പറയുന്നത്. ഈ മെറീഡിയൻ this is the one of the important theories of traditional Chinese medicine, which includes the physiology and pathology of the meridian system and its relationship with the Sangfu organs. അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ മറ്റേ TCM പഠിക്കുന്ന സമയത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇന്റേണൽ ഓർഗൻ എക്സ്റ്റേണൽ ഓർഗണിനേക്കാളും കൂടുതൽ നമ്മൾ പഠിക്കുന്നതൊക്കെ മെയിനായിട്ടുള്ള മെറീഡിയൻ സിസ്റ്റത്തിനാണ്. കാരണം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സെല്ലുകളായിട്ടും കണക്ട് ചെയ്യുന്നത് ഈ മെയിൻ മെറീഡിയൻ തിയറിയിലുള്ള പോയിന്റ്സുകൾ മുഖേനയാണ്. ഓക്കെ, സോ
പണ്ട് ചൈനീസിൽ ഈ ഒരു മെറീഡിയൻ തിയറിയാണ് വളരെയേറെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ മെറീഡിയൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അക്യുപഞ്ചർ എന്നുള്ള സിസ്റ്റത്തിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഓക്കെ, നിങ്ങൾ സുജോക്കിൽ പോയാലും മെറിഡിയൻ സിസ്റ്റം വരും. റിഫ്ലക്സോളജിയിൽ പോയാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് സോണോളജി എന്ന് പറയുന്ന റിഫ്ലക്സോളജി തന്നെ 2 വിധത്തിലാണ് എടുക്കുന്നത്. ഒന്ന് ഓർഗൻ ബേസ്ഡും ഇനി ഒന്ന് വന്നിട്ട് സോൺ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട്. അങ്ങനെ സോണായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും അവിടെ ഓർഗൻ വരും. അപ്പോൾ ഈ മറ്റേ റിഫ്ലക്സോളജി കംപ്ലീറ്റ് കോഴ്സായിട്ട് പഠിക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെ വെറും ഇന്നെന്ന ഓർഗൻ ഇന്നെന്ന അവിടെ മാത്രമായിട്ടല്ല അതിനെ കൺസിഡർ ചെയ്യുക, സോണായിട്ട് ഡിവൈഡ് ചെയ്യും. നമ്മുടെ ശരീരത്തിനെ 5, 6 അല്ലെങ്കിൽ 7 പാർട്ടികളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ കൈകളിലും കാലിലും ഈ ശരീരത്തിൻ്റെ ഓരോ പോർഷൻസിനെയും നമ്മളവിടെ അപ്ലൈ ചെയ്തിട്ട് ഇന്നെന്ന ഏരിയയിൽ ഇന്നെന്ന ഓർഗൻസ് വരും ഇത്രാമത്തെ സോണിൽ എന്ന് പറഞ്ഞ് അതിന് വളരെ അരിത്തമാറ്റിക്കൽ അക്യുറസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. കണക്കുമായിട്ട് വളരെയേറെ കണക്റ്റഡ് ആണ്. ഓക്കെ, സോ അതേപോലെ നമ്മളുടെ ചൈനീസ് സിസ്റ്റത്തിൽ വന്നിട്ട് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു കൺസെപ്റ്റാണ് മെറീഡിയൻ തിയറി. ആൾറെഡി ഡിപ്ലോമ പഠിച്ചവർക്ക് ഇത് ഞാൻ പറയുന്നത് ബോർഡിക്കും, എന്താ വെച്ചാൽ ഇവർ ആൾറെഡി ഇതിനെക്കുറിച്ച് പഠിക്കുന്നതാണ്. നമുക്കിവിടെ പുതിയ ആളുകൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ ഈ മെറീഡിയൻ സിസ്റ്റം വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കണം. This theory was formed when ancient people used stone needles. അതായത് ഈ തിയറിയൊക്കെ ഫോം ചെയ്യുന്ന സമയങ്ങളിലൊക്കെ കുറേ കാലഘട്ടത്തിൻ്റെ കൺസിഡറേഷൻസിൽ ഉണ്ടായിട്ടുള്ളതാണ്. പണ്ട് എന്തായാലും ഇതിനെ വന്നിട്ട് ഇതിനെ എങ്ങനെയാണ് ഈ സിസ്റ്റം കണ്ടുപിടിച്ചതെന്നുള്ളതിന് തന്നെ പല സ്റ്റോറിയാണ് നിലനിൽക്കുന്നത്. ഓക്കെ, അതിലൊന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ഈ രാജ്യങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇന്ന് കാണുന്ന ഫൈറ്റ് പോലെ അന്നും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പട്ടാളക്കാർ അവരിങ്ങനെ പ്രാക്ടീസും മറ്റൊക്കെ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോൾ വേണമെങ്കിൽ അറ്റാക്ക് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ പലർക്കും പല ബുദ്ധിമുട്ടുകളും ആ പ്രാക്ടീസ് സമയത്തും അല്ലാതെയൊക്കെ ഉണ്ടാവും. ചില സമയങ്ങളിൽ ഇവർ യുദ്ധത്തിന് പോയിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു ഭാഗത്ത് ഒരു അമ്പ് അല്ലെങ്കിൽ ഒരു അടിയൊക്കെ കിട്ടിയിട്ട് വരുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന ചില ബുദ്ധിമുട്ടുകൾ മാറുന്നത് ഒബ്സർവ് ചെയ്തു. ഓക്കെ, ഇതൊരു അക്യുപഞ്ചർ കണ്ടുപിടിച്ചതിനുള്ള കുറേ കഥകളിൽ ഒന്നാണ് കേട്ടോ, ഒരു രസകരമായുള്ള കഥ. അപ്പോൾ അവിടുത്തെ എല്ലാവരുടെയും വന്നിട്ട് ഈ ചീഫ് ഫിസിഷ്യൻസ് ഉണ്ടാവും അല്ലേ. അപ്പം നേരത്തെ അയാൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്ത് സാർ ഇവിടെയാണ് അവൻ അടിച്ചത്, ഇവിടെ നല്ല വേദനയുണ്ട്, അപ്പോൾ അന്നത്തെ വേദന എന്തായി അതിപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞ് ആ റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കിട്ടുന്ന മർദ്ദം അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ചില ഇഞ്ചുറി അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ചില സ്കാർസ് വന്നിട്ട് വേറെ ചില ബുദ്ധിമുട്ടുകളെ മാറ്റുന്നുണ്ട് എന്നുള്ളതിലൂടെയാണ് ഈ അക്യുപഞ്ചർ സിസ്റ്റം ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റോൺ യുഗമാണ് അല്ലേ, മറ്റേ ശിലായുഗമാണ് ആദ്യത്തെ മനുഷ്യൻ്റെ യുഗത്തിൽ പറയുന്നത്. അങ്ങനെ പറയുന്ന സമയത്ത് അന്ന് കല്ലുകൾക്ക് മറ്റുമാണ് പ്രാധാന്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ട്രഡീഷണലായിട്ട് പണ്ടത്തെ പല എന്താ പറയുക ഈ കല്ലുകളിലും മറ്റും കൊത്തി വെച്ചതിൽ ഈ കല്ലുകൾ കൊണ്ടുള്ള സാധനങ്ങൾ കൊണ്ട് ശരീരത്തിൻ്റെ പല ഭാഗത്ത് പ്രഷറൈസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഫോട്ടോസ് മറ്റും വന്നിട്ട് ഫോട്ടോസ് അല്ല അതിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ശിലകൾ പല ഭാഗത്തും കണ്ടു കിട്ടിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ബ്രീത്തിങ് എക്സസൈസും മറ്റുമൊക്കെ ചെയ്യുന്നതിൻ്റെ എന്താ പറയുക കല്ലിൽ ശില്പങ്ങൾ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ശില്പങ്ങളൊക്കെ വളരെ പണ്ട് തൊട്ട് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അന്ന് തന്നെ ഈ മെറിഡിയൻ തിയറി ഉണ്ടായിരുന്നു എന്നുള്ളത് ശിലായുഗത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ശിലായുഗത്തിന് ഏത് കൊല്ലം എത്ര വർഷങ്ങൾക്ക് മുമ്പാണെന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഈ 5000 വർഷം എന്നൊക്കെ പറയുന്നതൊക്കെ വന്നിട്ട് റെക്കോർഡിക്കലിയാണ്, അതായത് ഒരു പുസ്തകമായി ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. പക്ഷേ നിങ്ങൾ സ്റ്റോൺ ഏജിലേക്ക് പോകുന്ന സമയത്ത് അന്ന് സ്റ്റോൺ ഏജിൽ ഉണ്ടായിരുന്ന ശില്പങ്ങളിൽ വരെ ഈ സിസ്റ്റത്തിൻ്റെ സിമ്പിൾ അവിടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഓരോ യുഗങ്ങളിൽ വരുന്ന സമയത്ത് ഇത് ഡെവലപ്പായിട്ട് വന്നതായിരിക്കാം. കാരണം എല്ലാത്തിനും അങ്ങനെയാണല്ലോ, മാറ്റങ്ങൾ പ്രകൃതി നിയമമാണ്. അങ്ങനെ ശിലായുഗത്തിൽ നിന്ന് നമ്മൾ അതിനുശേഷം സ്വർണം, സിൽവർ, പിന്നെ ഇരുമ്പ്, അങ്ങനെ മാറി മാറി വന്ന് ഇന്ന് നമ്മൾ വന്നിട്ട് എല്ലാം കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുന്നു. സ്വർണവും വെള്ളിയും ഉപയോഗിക്കുന്ന ആളുകൾ എപ്പോഴും ഉണ്ട്. പക്ഷേ നമുക്കത് വയബിൾ അല്ലാത്ത കാരണമായതുകൊണ്ട് നമ്മളിപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലും മറ്റും ഉപയോഗിക്കുന്നു. അതിൽ കോയിൽ സ്ട്രക്ചറിലുള്ള നീഡിൽ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ കോയിൽ ഇല്ലാതെ ഈ ഹാൻഡിലിൻ്റെ ഇപ്പം എക്സാമ്പിൾ ഒരു മിനിറ്റ് ഞാൻ വീഡിയോ കാണിക്കാം. അപ്പോൾ സാധാരണ ഈ ഒരു സേഷയിൽ നിങ്ങൾക്ക് നീഡിൽ കാണുന്നുണ്ടാവും.
ഓക്കെ, ഈ നീഡിലിന്റെ ഈ സിൽവർ കളർ മറ്റേ അതായത് ചെമ്പിന്റെ കളറിൽ കാണുന്നുണ്ടാവും. അതിന്റെ താഴെയാണ് നീഡിൽ ഭാഗം ഉള്ളത്. നീഡിൽ നിങ്ങൾക്ക് വിസിബിലിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ആ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മുകളിൽ മറ്റെന്താ പറയുക, ഈ കുഞ്ഞ് അത് കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ്. സാധാരണ ഒരു ഡോക്ടറുടെ ഇടുന്ന സിറഞ്ചിന്റെ നീഡിലിൽ ഇതൊരു 4-5 എണ്ണം ഒന്നിച്ചിട്ട് ആ ഹോൾസിനകത്ത് പോകും. അത്ര കുഞ്ഞ് നീഡിലാണ് അക്യുപഞ്ചറിൽ ഉപയോഗിക്കുക. അതിന്റെ മുകളിൽ ഈ കോയിൽ സ്ട്രക്ചർ കാണും. അതിനെ വന്നിട്ട് നമ്മൾ പിടിക്കുന്ന സ്ഥലമാണ്, ഗ്രിപ്പിലുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ ഹാൻഡിൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അതിന്റെ മുകളിൽ ഒരു കുഞ്ഞ് റൗണ്ടും കാണും. ഓക്കെ, ഇങ്ങനെയാണ് നീഡിലിന്റെ സ്ട്രക്ചർ വരിക. ഈ മറ്റേ നിങ്ങളുടെ ചെമ്പ് നിറത്തിൽ കാണുന്നതിന് പകരം ഇത് പ്ലാസ്റ്റിക്കിന്റെ ബീഡിങ് വരുന്ന നീഡിൽസും വരുന്നുണ്ട്. പക്ഷെ റെക്കമെൻഡ് ചെയ്യുന്നത് കോയിൽഡ് സ്ട്രക്ചർ തന്നെയാണ്. ഓക്കെ, സോ നമ്മൾ മെയിൻ മെറീഡിയൻ ഓരോന്നും ഇനി നമുക്ക് നോക്കണം. 12 മെയിൻ മെറീഡിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ജസ്റ്റ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടി പറയാണ്. നമ്മൾ ഫർദറായിട്ട് ഈ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് 12 മെയിൻ മെറീഡിയൻസ് ആണ്. ഈ 12 മെയിൻ മെറീഡിയൻസ് നമുക്ക് ഏകദേശം 12 ക്ലാസ് എങ്കിലും മിനിമം വേണ്ടി വരും. ഓക്കെ, ജനറലായിട്ട് എല്ലാ പോയിന്റും ടച്ച് ചെയ്യാതെ ഒരു ദിവസം 5 പോയിന്റ് വെച്ച് പോവുകയാണെങ്കിൽ തന്നെ 12 ക്ലാസ് ആവും. അത് കഴിഞ്ഞിട്ട് 8 എക്സ്ട്രാ മെറീഡിയൻസ് ഉണ്ട്. ഓക്കെ, അതിലത്തെ 2 എണ്ണമാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് 12 ഡൈവർജന്റ് മെറീഡിയൻസ് എന്ന് പഠിക്കും. ഈ 12 ഡൈവർജന്റ് മെറീഡിയൻസ് നമുക്ക് എന്താണെന്നുള്ളത് പിന്നെ നോക്കാം. അതേമാതിരി 15 കൊളാട്രൽസ് എന്ന് പറയും. അതായത് കൊളാട്രൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ മെറീഡിയനിൽ നിന്നും ഡൈവേർട്ട് ചെയ്ത് ഓർഗണിലേക്കോ പെയേർഡ് മെറീഡിയനിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറീഡിയനിലേക്കോ കണക്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ്, പോകുന്ന പാത്വേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊളാട്രൽസ് എന്ന് പറയുന്നത്. പിന്നെ ഈ 12 മെറീഡിയൻസിനെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് മസിൽ റീജിയനെ കണക്ട് ചെയ്യുന്ന മെറീഡിയൻസ് എന്നും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സിസ്റ്റത്തിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള 12 മെറീഡിയൻസ് ആയിട്ട് പഠിക്കും. ഇത്രയും നമ്മൾ പഠിക്കണം. അപ്പോൾ ഓരോന്നിനും ഏകദേശം ഇത്ര, ചിലതിനൊക്കെ നമുക്ക് ഒന്നിച്ചിട്ട് പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേറെ ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ എനിക്കിതിന് എത്ര ദിവസമാകും, എത്ര ദിവസം ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങളിത് പഠിക്കണം എന്നുള്ളത് മനസ്സിനകത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇന്റേണൽ ഓർഗൻസിനെയും തമ്മിൽ ഓർഗൻസിനെയും ഈ ടിഷ്യൂസിനെയും കണക്ട് ചെയ്യാനും നമ്മുടെ മസിൽസ് റീജിയനും സ്കിന്നിനെയൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ ഇത്രയും സാധനങ്ങളുടെ സഹായം കൂടെ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ 12 പ്രധാനപ്പെട്ട മെറീഡിയനാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞു. ഈ 12 മെറീഡിയൻ ശരീരം മുഴുവനും ഉണ്ടെങ്കിൽ ഓരോ ഭാഗത്തിനെയും ഓരോരുത്തരാണ് കെയർ ചെയ്യാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഓഫീസിൽ ഓരോ വർക്കും, ഇവിടെ നല്ല മഴയാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ശബ്ദത്തിന് ചെറിയൊരു തടസ്സമുണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ 12 മെറീഡിയനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ട്രങ്ക് ഏരിയ കോമൺ ആണ് അല്ലേ. നമ്മുടെ ട്രങ്ക് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തുനിന്ന് നമ്മളുടെ പിബിക് ഏരിയ വരെയുള്ളത് ട്രങ്ക് ഏരിയ എന്ന് പറയും. അതിനകത്ത് 4 എക്സ്ട്രിമിറ്റി പ്രധാനമായിട്ട്. തല കോമൺ ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്, അത് CPU ആണ്. അപ്പോൾ 2 കൈകളും 2 കാലുകളും ഉണ്ട്. അപ്പോൾ ആദ്യം ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്, അപ്പർ എക്സ്ട്രിമിറ്റീസും ലോവർ എക്സ്ട്രിമിറ്റീസും. ഞാൻ പറയുന്നത് കൺഫ്യൂഷൻ ആവുന്നുണ്ടോ ശശികുമാരി മാം? ഇല്ല സർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതിനൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. വേണ്ട, വീട്ടിൽ വന്നിട്ട് 2 മക്കൾ ഉണ്ടെങ്കിൽ ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഡിവൈഡ് ചെയ്യുന്നത് പോലെ 12 മെറീഡിയൻ ഉണ്ട്. അപ്പോൾ അതിനെ എന്തായിട്ട് ഡിവൈഡ് ചെയ്യണം? 6 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെയാണ് 6 എണ്ണം ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇന്നും ഉണ്ട് യാങ്ങും ഉണ്ട്. അപ്പോൾ 12 എണ്ണത്തിൽ 6 ഇൻ മെറീഡിയൻ ഉണ്ട്, 6 യാങ് മെറീഡിയൻ ഉണ്ട്. അതിനെ ആർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം? കയ്യിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, കാലിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എങ്ങനെയൊക്കെ കൊടുക്കുക ശശികുമാരി മാം? ഇത് നോക്കി പറയാവുന്നേ ഉള്ളൂ. 6 ഇന്നിലെ 3 ഇന്ന് കാലിനും 3 ഇന്ന് കയ്യിനും കൊടുക്കുക. അതേമാതിരി യാങ്ങിനെയും അതേമാതിരി തന്നെ 3 യാങ്ങിന് കയ്യിനും 3 ഇന്നിന്.
അപ്പോൾ രണ്ട് വശത്തും ഉണ്ട്, ലെഫ്റ്റിലും ഉണ്ട് റൈറ്റിലും ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു വശത്തിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ അതിൻ്റെ തന്നെ മിറർ ഇമേജ് ആണ് ഓപ്പോസിറ്റ് സൈഡിൽ. അപ്പോൾ ഈ 12 മെറീഡിയനെ 3 ഇൻമെറീഡിയൻ കൈകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലങ്, പെരിക്കാർഡിയം ആൻഡ് ഹാർട്ട്. അതിൻ്റെ അനാട്ടമിക്കൽ പൊസിഷൻ നോക്കിയാലും നമുക്കറിയാം, ലങ്ങാണ് ഏറ്റവും മുകളിലുള്ളത്. പിന്നെ അതിൻ്റെ നടുവിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഹാർട്ടിനെ ടച്ച് ചെയ്യുന്ന മുമ്പ് പെരിക്കാർഡിയാണ്. അപ്പോൾ ലങ്, പെരിക്കാർഡിയം, ഹാർട്ട്. അപ്പർ എക്സ്ട്രിമിറ്റീസിൽ വന്നു, ശരിയല്ലേ? ഏറ്റവും ടോപ്പ് യാങ് മറ്റേ ട്രങ്കേരിയയിലെ ഏറ്റവും മുകളിലുള്ള പ്രധാനപ്പെട്ട ഓർഗനിലെ 3 ലങ്, പെരിക്കാർഡിയം, ഹൈ. അപ്പോൾ അത് മുകളിലുള്ളത് കൊണ്ട് എവിടേക്ക് കൊടുത്തു? അതിൻ്റെ എവിടേക്ക് കൊടുത്തു? കയ്യിൽ തന്നെ വെച്ചോളൂ. അങ്ങനെയല്ലേ ഡിവൈഡ് ചെയ്യുക? ഇപ്പൊ നമുക്കൊരു വലിയൊരു മറ്റേ ഒരുപാട് സ്ഥലമുണ്ട്, സ്ഥലത്തിനകത്ത് കുറച്ച് വീടുണ്ട് എങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർക്കും ഇരിക്കുന്ന വീട്ടിനനുസരിച്ച് അടുത്തുള്ള സ്ഥലമാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലത്, അല്ലേ? ഇപ്പൊ മറ്റേ നമ്മൾ ഇന്ത്യ എന്നുള്ള രാജ്യം ഉണ്ടായ സമയത്ത് ഓരോ സ്റ്റേറ്റ് വൈസ് ഡിവൈഡ് ചെയ്തത് തമിഴ് സംസാരിക്കുന്ന ആളുകളെ ഉള്ള ഏരിയനെ തമിഴ്നാടെന്ന് പറഞ്ഞു, ഇല്ലേ? അങ്ങനെ ഭാഷാപരമായിട്ടൊക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ലങ്ങും പെരിക്കാർഡിയവും ഹാർട്ടും വന്നിട്ട് മുകൾ വശത്താണ്, ട്രങ്ക് ഏരിയയുടെ മുകൾ വശത്താണ്. അതുകൊണ്ട് മുകൾ വശത്ത് അടുത്തുള്ള സാധനം ഏതാ? കൈകളാണ് ഉള്ളത്. അതുകൊണ്ട് അതിന് കയ്യിന് കൊടുത്തു മെറീഡിയൻ നിങ്ങൾ ഇവിടെ ഉപയോഗിച്ചോളൂ. ഓക്കെ, അപ്പോൾ ലങ്ങും പെരിക്കാർഡിയം ഹാർട്ടും വന്നിട്ട് എന്താണ്? ഇൻഓർഗൻസ് ആണ്. അപ്പൊ അതിന്റെ പെയർ ഓർഗനെയും എവിടെ തന്നെ കൊടുക്കണം? അവിടെ തന്നെ കൊടുക്കണം, വേണ്ടേ? ഭാര്യയും ഭർത്താവും ഒരേ വീട്ടിൽ തന്നെ ഉണ്ടാവണം, വേറെ വേറെ വീട്ടിലല്ല ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ വേറെ വേറെ റൂമിലല്ല ഇരിക്കേണ്ടത്. അതേമായി അതിന്റെ പെയർഡ് ഓർഗൻ, ലങ്ങിന്റെ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്, പെരിക്കാർഡിയത്തിന്റെ ട്രിപ്പിൾ വാർമർ ആണ്, ഹാർട്ടിന്റെ സ്മാൾ ഇൻറ്റസ്റ്റൈൻ ആണ്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? സ്പ്ലീൻ, ലിവർ, കിഡ്നി, അല്ലേ? അതെവിടെയുള്ളത്? നമ്മളുടെ ട്രങ്ക് ഏരിയനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ മിഡില് അല്ലെങ്കിൽ മിഡിന്റെ താഴെയായിട്ട് വരുന്ന സാധനമാണ് സ്പ്ലീനും ലിവറും കിഡ്നിയും. അതിന് കാലിലും കൊടുക്കും. അപ്പൊ അതിന്റെ പെയർ മെറീഡിയനും കാലിലാണ്. അതേതൊക്കെയാണ്? സ്പ്ലീനിന്റെ യാങ് സ്റ്റൊമക്കാണ്, ലിവറിന്റെ ഗാൽ ബ്ലാഡർ ആണ്, കിഡ്നിയുടെ യൂറിനറി ബ്ലാഡർ ആണ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, എനിക്കിവിടെ ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഹലോ, ഒരു മിനിറ്റ് പറഞ്ഞോളൂ. ഹലോ, ഹലോ, ആരെന്തോ പറഞ്ഞു, എന്താ പറഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്കിവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ശബ്ദം കൊണ്ട്, കാരണം ഇവിടെ നല്ല മഴ തുടങ്ങി. ഓക്കെ, ശരി, ഞാൻ പറ്റിയെങ്കിൽ അടുത്തൊരു സ്ലൈഡും കൂടെ പറയാം. എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട 12 മെറീഡിയൻ. ഓക്കെ, എനിക്ക് അടുത്ത് 12 മെറീഡിയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. എനിക്ക് എന്താ വെച്ചാൽ വോയിസ് ഒരുപാട് കൂട്ടേണ്ടി വരും, മഴയായിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ശല്യം എനിക്കുണ്ട്. നിങ്ങൾക്ക് ഓഡിയബിൾ ആണോ കറക്റ്റ് ആയിട്ട്? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് കേൾക്കത്തില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കൂടാതെ 12 മെറീഡിയൻ കഴിഞ്ഞാൽ നമുക്ക് 8 എക്സ്ട്രാ മെറീഡിയൻസിനെയാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഈ 8 എക്സ്ട്രാ മെറീഡിയൻസിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഗവേണിംഗ് വെസലും അതിൻ്റെ താഴെ രണ്ടാമത്തെ കൺസെപ്ഷൻ വെസൽ അല്ലെങ്കിൽ ഡ്യൂ മെറീഡിയൻ അല്ലെങ്കിൽ റൺ മെറീഡിയൻ, ഈ എക്സ്ട്രാ ഓർഡിനറി മെറീഡിയൻസിനെ വെസൽസ് എന്നും വിളിക്കാറുണ്ട്. അതിൽ ആദ്യത്തെ 2 മാത്രമാണ് സ്വന്തമായിട്ട് പാത്വേ ഉള്ളതും പോയിന്റ് ഉള്ളതും, ബാക്കിയുള്ളതിന് സ്വന്തമായിട്ട് പോയിന്റുകളോ പാത്വേയോ ഇല്ല. ഓക്കെ, അത് വേറെ ഓർഗന്റെ പോയിന്റിനെ ഷെയർ ചെയ്യാണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെറീഡിയൻസ്, ബാക്കിയുള്ള മെറീഡിയൻസ് എല്ലാം തന്നെ പാത്വേ കൂടി പോവുകയും വരികയും ചെയ്യുകയാണെങ്കിലും ഈ 8 എക്സ്ട്രാ മെറീഡിയൻസ് വന്നിട്ട് കുഞ്ഞായിരിക്കുമ്പോൾ ബാക്കി മെറീഡിയൻസ് ഉത്ഭവിക്കുന്നതിന് മുമ്പേ തന്നെ ഉത്ഭവിച്ചവയും
അതേമാതിരി തന്നെ ഈ മെറീഡിയൻസ് ആണ് എനർജി സ്റ്റോറിങ് ചെയ്യുന്നത്, റിസർവോയേഴ്സ് ആണ്. നമ്മുടെ വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാറ്ററിയിലാണ് ഈ നമ്മൾക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കി ലൈറ്റ് കത്തിക്കാനുള്ള എനർജി സ്റ്റോർ ചെയ്യുന്നത് പോലെ എനർജി സ്റ്റോർ ചെയ്യുന്ന പ്രധാനപ്പെട്ട വെസൽസുകളാണ് ഇതെല്ലാം തന്നെ. ഇതിൻ്റെ എല്ലാം ഒട്ടുമിക്കത്തിൻ്റെയും മാസ്റ്റർ എന്ന് പറയുന്നത് കിഡ്നിയാണ്. ഇതെല്ലാം വന്നിട്ട് ഏതെങ്കിലും രീതിയിൽ കിഡ്നിയിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ മറ്റേ കണക്റ്റിംഗ് ഓർഗൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതിനുശേഷം ഓരോന്നോരോന്നിലേക്ക് പോവാം. ഡൈവർജൻ മെറിഡിയനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് അടുത്ത ക്ലാസ് തൊട്ടിട്ട് പ്രധാനപ്പെട്ട 12 മെറീഡിയൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, എന്താ വെച്ചാൽ ഈ മഴ വരുന്നതുകൊണ്ടേ കാത് കേൾക്കാത്ത ആൾക്കാർ എപ്പോഴും വളരെ ഒച്ചത്തിൽ സംസാരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ വിചാരിക്കുന്നത് എനിക്ക് കേൾക്കാത്തതുകൊണ്ട് ബാക്കിയുള്ളവർക്കും കേൾക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ ഒച്ചത്തിൽ സംസാരിക്കുക. സോ അതേമാതിരി ഞാനിപ്പോൾ വളരെ ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്, ഇവിടെ നല്ല മഴയുള്ളത് കൊണ്ട്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. പിന്നെ